മാനസാന്തര പ്രത്യുത്തരങ്ങളെ പറ്റിയാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കിയത്. ഇങ്ങനെ നാം പ്രത്യുത്തരം നൽകുമ്പോൾ ഈശോ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മിൽ അയക്കുന്നു. അതാണല്ലോ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ലോകത്തിന്റെ പല അതിർത്തികളിലും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാ പ്രവർത്തനങ്ങളെ കുറിച്ചും വളരെ ആധികാരികമായി നമുക്ക് പറഞ്ഞു തരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ വെളിപാടിന്റെ പുസ്തകത്തിൽ അവസാനം 22:17 വരെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി 1:2 ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. വളരെ മോശമായ ഒരു കണ്ടീഷനാണ് അല്ലെ. അവിടെ ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവാണ് അവിടെ വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പൗലോസ്ലീഹ പറയുന്ന പോലെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്ക് പഠിക്കുവാൻ വേണ്ടിയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇതുപോലെ ഒരു രൂപരഹിതമായിരിക്കുന്ന ഒരു ഭൂമിയിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതിന് ക്രമം വരുന്നു, രൂപം വരുന്നു. ഭൂമിക്ക് രൂപം നൽകിയതും ആഴത്തിന്റെ അന്ധകാരം നീക്കിക്കളഞ്ഞതും വെള്ളത്തിന് മുകളിൽ കര തെളിയിച്ചതും ഭൂമിയിൽ ജീവൻ വിളയിച്ചതും പരിശുദ്ധാത്മാവാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും രൂപം നൽകും. ദൈവം എന്താണോ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, എന്തിനാണോ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ആ രൂപം, വേണ്ട രൂപം നമ്മുടെ ജീവിതത്തിലും നമുക്കും രൂപം നൽകുന്നതും പാപത്തിന്റെ അന്ധകാരത്തിൽ നമ്മളെ വിടുവിക്കുന്നതും നമുക്ക് വേണ്ടി കര തെളിച്ച് ഭൂമിയിൽ ദൈവത്തിന്റെ ജീവൻ നമുക്ക് നൽകി നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ ആലോചിക്കായിരുന്നു, എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് രാവിലെ എഴുന്നേൽക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ നിന്നാണ് ഞാൻ മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന് ഞാൻ ആ അഭിഷേകങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് രാവിലെ 4 മണി ആകുമ്പോഴത്തേന് ഞാൻ ഉണരും. ഇവിടെ ഞാൻ ദുബായിൽ ജബലാലിയിലാണ് വർക്ക് ചെയ്യുന്നത്. 6:15 ഞങ്ങളുടെ ആദ്യത്തെ കുർബാന. അപ്പൊ ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പതുക്കെ 5:30 ആകുമ്പോഴത്തേന് കുർബാനയ്ക്ക് പോകാം. എനിക്ക് എഴുന്നേക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഞാനിങ്ങനെ അതിന്റെ ഒരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ദൈവത്തിന്റെ എനിക്കൊരു പുതിയൊരു അനുഗ്രഹം കിട്ടിയെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ദൈവം എനിക്കൊരു കാര്യം കാണിച്ചത്. ഞാൻ 7-8 ക്ലാസ് വയസ്സുള്ളപ്പോൾ, ഞാൻ 7-8 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 3 മണിക്ക് 4 മണിക്കും തന്നെ എഴുന്നേറ്റ് ഞാൻ തോട്ടിപ്പോയി മീൻ പിടിക്കുമായിരുന്നു. എനിക്ക് എഴുന്നേക്കാനുള്ള കൃപ ദൈവം അന്ന് തന്നെ നൽകിയിട്ടുണ്ട്. ആഗ്രഹമുള്ള കാര്യങ്ങൾക്ക് ഞാൻ എഴുന്നേക്കും. എന്നാൽ പിന്നീട് എന്റെ ജീവിതത്തിൽ വന്ന പാപാവസ്ഥ മൂലം എനിക്ക് നൽകിയപ്പെട്ട കൃപകൾ ചാരം മൂടിക്കിടക്കുകയും എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നതോടെ എനിക്ക് വീണ്ടും ജീവിതത്തിൽ ആ ക്രമം വരികയും ദിവസേന അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് പോകുവാനുള്ള ആ ഒരു അനുഗ്രഹം തരികയും അതുവഴി എന്റെ ജീവിതത്തിലേക്ക് അനേകം അനുഗ്രഹങ്ങൾ കടന്നു വരികയും ചെയ്യും. ഇനി നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് ആധികാരികമായി കാണുന്ന ബൈബിളിലാണ്. ആ ബൈബിൾ തന്നെ എഴുതപ്പെട്ടതും ക്രോഡീകരിക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിലാണ്. അനേകം സഹസ്രാബ്ദങ്ങൾ എഴുതിയ അനേകം ആൾക്കാരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടാണ് ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് അതിന്റെ ആ ബന്ധം പരിശുദ്ധാത്മാവിലുള്ള ബൈബിളിലുള്ള ബന്ധം നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനോഹരമായിട്ടാണ് അത്. എനിക്കൊന്നും ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഇത് എഴുതാൻ പറ്റില്ല എന്നുള്ളത് 100% അല്ലെ. അബ്രാഹം, മോശ, ജോഷുവ, ഗിദെയോൻ, സാംസൺ, സാവൂൾ, ദാവീദ്, സോളമൻ, പ്രവാചകന്മാർ, ഇവിടെ എല്ലാം ദൈവം തിരഞ്ഞെടുത്തവരെ ദൗത്യ നിർവഹണത്തിൽ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു, ശക്തിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഈശോ പറഞ്ഞു നീ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അതേപോലെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൗത്യ നിർവഹണത്തില് പരിശുദ്ധാത്മാവ് ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കും, നമ്മളെ ശക്തിപ്പെടുത്തും. ഇതിന്റെ തെളിവുകളാണ് നമ്മുടെ പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുക. ഇനി അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എനിക്ക് ആദ്യം പിതാവ് ഒരു വ്യക്തി, ഈശോ ഒരു വ്യക്തി, പരിശുദ്ധാത്മാവ് എന്താണ് ഒരു വ്യക്തി, ഒരു ശക്തി, അങ്ങനെ എനിക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. പക്ഷെ എന്നു മുതൽ എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി
വ്യക്തിയാണ് എന്നുള്ള ഒരു അവബോധം കിട്ടിയോ അന്നു മുതലാണ് നമുക്കൊരു ബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അവരുടെ ആ സ്നേഹബന്ധത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മളൊരു കൂട്ടായ്മയായിട്ട് ദൈവവുമായിട്ടൊരു ബന്ധം, അതേപോലെ പരസ്പര സ്നേഹബന്ധം, ഇതിലേക്ക് ദൈവം വിളിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തിയുമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട് നമുക്ക് അവബോധം നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും ആ വ്യക്തിയുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റുന്നത്. അതെന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയെ സ്പെഷ്യലായിട്ട് നമ്മൾ നോക്കേണ്ടത്? കാര്യം ദൈവമാണ്, പരമമായ ശക്തിയാണ്. ആ പരമമായ ശക്തിയുമായിട്ടുള്ള വ്യക്തി ബന്ധമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലേക്കും നമ്മളെ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നയാള് നിത്യസഹായകനാണ്, നമ്മുടെ കൂട്ടത്തിലുള്ള നിത്യസഹായകനാണ്. അതുകൊണ്ട് തന്നെ നിത്യസഹായകൻ എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ ഏറ്റവും നല്ല രീതി അങ്ങനെ അഭിഷേകത്തിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല ദൈവം നമ്മളെ സഹായിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. നമ്മളെ ഏറ്റവും പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുമ്പോഴും നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്കറിയാം ധൂർത്തപുത്രന്റെ ഉപമയില് അവനെ പന്നിക്കുഴിയിൽ കടന്ന് ഒരു നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവന് സുബോധം വന്നു. സുബോധം അവൻ എവിടുന്ന സുബോധം വരുന്നത്? പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തൽ കൊടുക്കുകയാണ്, അവൻ അവന്റെ പാപത്തെ കുറിച്ച് കൊടുക്കുകയാണ്, ബോധ്യം കൊടുക്കുകയാണ്. അതിൽ നിന്നാണ് അവൻ തിരിച്ചു വരുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഏതവസ്ഥയിലാണെങ്കിലും നമ്മളെ സഹായിക്കുന്നവനാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയുമ്പോൾ ആ പരിശുദ്ധാത്മാവിലേക്ക് നമുക്ക് കൂടുതൽ നമുക്ക് ആശ്രയിക്കുവാനും സഹായം ചോദിക്കുവാനും നമുക്ക് നമ്മുടെ മനസ്സിന് തുറവിയുണ്ടാകും. ഇനി വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചവർക്ക് ദൈവം തന്റെ പുത്രനിലൂടെ നൽകുന്ന സ്വർഗീയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ നമുക്ക് മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലേക്കുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അഭിഷേകം എന്ന് നമുക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ യേശു ക്രിസ്തു എല്ലാ പാപങ്ങളിൽ നിന്നും ദൈവത്തിന്റെ സ്നേഹം മൂലം എന്നെ രക്ഷിച്ച് കഴിഞ്ഞതാണെന്നും ആ വിശ്വാസത്തിൽ ഞാൻ മാനസാന്തരപ്പെട്ട് എന്റെ ജീവിതം ക്രിസ്തുവിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് എന്നെ രക്ഷിച്ച, തന്റെ ജീവൻ കൊടുത്ത് എന്നെ രക്ഷിച്ച എന്റെ യേശുവിനെ ഞാൻ എന്നെ സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവം തന്റെ പുത്രനിലൂടെ നൽകുന്ന സ്വർഗീയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോട് വസിക്കുന്നു, നിങ്ങൾ ആയിരിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:17 പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കൂടെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. ഇനി ഒരു കുട്ടി, ആ കുട്ടി നമുക്ക് അറിയാലോ ശ്വസിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊക്കെ അറിയുന്ന ഒരു പ്രായം കഴിയുമ്പോഴാണ് ഞാൻ ശ്വസിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് വരുന്നത്, അല്ലെ? എന്ന് പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ പ്രകമ്പനങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്കൊരു പുതുമയല്ലായിരുന്നു, പക്ഷെ ഇതൊരു തിരിച്ചറിവായിരുന്നു. ഇതിപ്പോ എനിക്ക് കുറെ കൂടെ വ്യക്തമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട്, നമ്മുടെ ആത്മാവിൽ നമ്മൾ അറിയുന്നു. എന്നാൽ നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ ഇന്ദ്രിയങ്ങളിലോ നമ്മുടെ മനസ്സിലോ ഹൃദയത്തിലോ നമ്മൾ ചിലപ്പോൾ പരിശുദ്ധാത്മാവിനെ ചിലപ്പോൾ തിരിച്ചറിയുന്നില്ലായിരിക്കാം. അതിലേക്ക് നമ്മൾ അടുത്തു വരുന്ന സ്ലൈഡിൽ കാണുമ്പോൾ നമ്മൾ ഒരുങ്ങുമ്പോൾ അഭിഷേകത്തിലേക്ക് നിറയുകയും നമുക്ക് പരിശുദ്ധാത്മാവിനെ വ്യക്തമായിട്ട് അനുഭവിക്കുവാൻ പറ്റും. ഈശോ പറയുന്നു യോഹന്നാൻ 14:16, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കാം മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇതിൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, പിതാവിനോട് ഈശോയാണ് അപേക്ഷിക്കുന്നത്, നിരസിക്കപ്പെടുകയില്ല. ആ അപേക്ഷയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടും. ഇനി നിങ്ങളോട് കൂടി ആയിരിക്കാം മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈശോയുടെ വാക്കാണ്, ഇതിന് മാറ്റമില്ല. നമ്മുടെ കൂട്ടത്തിലൂടെ ആയിരിക്കാൻ വേണ്ടി ഈ സഹായകനെ ദൈവം നമുക്ക് നൽകും. അതിൽ 100% ഉറപ്പുള്ള കാര്യം. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യം നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:26 പറയുന്നത് പോലെ നമുക്കറിയാം നമ്മള് ഈശോയുടെ മാമോദീസായുടെ സമയത്ത്
പരിശുദ്ധാത്മാവ് സ്വർഗം തുറന്ന പിതാവിനെ നമ്മൾ അവിടെ കാണുന്നു, പരിശുദ്ധാത്മാവിനെ നമ്മൾ അവിടെ കാണുന്നു, പുത്രനായ യേശു ക്രിസ്തുവിനെ കാണുന്നു. എന്തെങ്കിലും ഈശോയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ കുറവുണ്ടായിട്ടല്ല, നമ്മളെ അവിടെ കാണിച്ചു തരുന്നു. ഒന്നാമത്തെ കാര്യം, ഈ മിഷൻ എന്ന് പറയുന്നത് ഈശോയുടെ മാത്രമല്ല, ഇത് 3 പേരുടെ മിഷനാണ്. രണ്ടാമത്, ഈശോയുടെ പരിശുദ്ധ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് കൂടത്തിലുണ്ട്. മൂന്നാമത്, ഈശോയെ തിരിച്ചറിയുവാൻ വേണ്ടി നമുക്ക് ആ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. അപ്പൊ എന്റെ കാര്യത്തില് ഞാൻ മാനസാന്തരത്തിലേക്ക് വന്നതിന് ശേഷം ഒന്നിൽ ആശാന നെഞ്ചത്ത് കളരിക്ക് പുറത്ത് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ കളരിക്ക് ഒത്തിരി പുറത്ത് കഴിഞ്ഞപ്പോൾ അകത്തേക്ക് വന്നപ്പോൾ പിന്നെ നെഞ്ചത്താണ്. അപ്പൊ ഞാൻ എന്റെ കുടുംബത്തിനെ എല്ലാം ഞാനിവിടെ ദുബായിൽ വർക്ക് ചെയ്യുമ്പോൾ ആഴ്ചയിൽ 2 മലയാളം കുർബാനയേ ഉള്ളൂ നമുക്ക്. അപ്പം വൈകിട്ടായതുകൊണ്ട് പിള്ളേർക്കൊക്കെ വർക്കും പിള്ളേരുടെ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ പകല് ഇവരെ ഇംഗ്ലീഷ് കുർബാനയൊക്കെ എല്ലാം കൂടി ഞങ്ങൾ വീട്ടിൽ തിരിച്ചാക്കി ഞാൻ വീണ്ടും മലയാളം കുർബാനയ്ക്ക് പോവാണ്. എനിക്ക് മലയാളം കുർബാന ഭയങ്കര അഭിഷേകവും. അപ്പൊ ഞാനിങ്ങനെ കുർബാനയ്ക്ക് പോകുന്ന സമയത്താണ് എനിക്കൊരു ബുദ്ധിമുട്ട്. കാരണം കൊച്ചൊക്കെ കരയുന്നുണ്ട്. ഞാനിത് ചെയ്യുന്ന ശരിയല്ല, എന്റെ ഫാമിലിയുടെ അടുത്ത് കൂടാതെ. അങ്ങനെ ഞാൻ ആൾക്കാരെ ചെല്ലുന്നു, ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ കൈകൂട്ടിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാൻ കുർബാനയുടെ ഈശോയോട് പറയാണ്, തമ്പുരാനെ ഇത് മതി, എനിക്ക് സാധാരണ ക്രിസ്ത്യാനിയായിട്ട് ചോദിച്ചാൽ മതി, ഇത് ഇച്ചിരി ഓവറാ എന്ന് പറഞ്ഞ് ഞാൻ ഫിസിക്കലി സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് എന്റെ ഉള്ളിൽ നിന്ന് വചനം ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, പരിശുദ്ധാൽ ഓർപ്പിക്കുകയാണ്, കർത്താവേ ഞങ്ങളുടെ എവിടെ പോകും, നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ. അപ്പം എന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധ ഓർപ്പിക്കുകയാണ്, പഠിപ്പിച്ച വചനങ്ങൾ എന്നെ ഓർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, യേശു ക്രിസ്തുവാണ് ഏക രക്ഷകൻ. അന്ന് ഞാൻ വീണ്ടും ഈശോയിലേക്ക്, അൾത്താരയിലേക്ക് കാണുന്ന ഈശോയിലേക്ക് തിരിഞ്ഞതാണ്. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഉണ്ടായിട്ടില്ല. ആരൊക്കെ എന്തൊക്കെ വന്നതിനോട് എത്ര വ്യക്തമോ സ്പഷ്ടമായിട്ട് തർക്കിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാലും എനിക്ക് എന്റെ രക്ഷകൻ യേശു ക്രിസ്തുവാണ്, എന്റെ രക്ഷ, എന്റെ വഴിയും സത്യവും ജീവനും യേശു ക്രിസ്തുവാണെന്ന് അന്നത്തെ ഒരു എപ്പിസോഡിന് ശേഷം എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. അപ്പം ഞങ്ങൾ ഇനി 1 കൊരിന്തോസ് 1:21 പറയുന്നു, ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. അവിടുന്ന് നമ്മിൽ തന്റെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. ഇത് നമ്മൾ നമ്മുടെ മാമോദിസയുടെ കോണ്ടെക്സ്റ്റിലും നമ്മളെ ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിലേക്ക് വിളിച്ചിരിക്കുന്ന കോണ്ടെക്സ്റ്റിലും കണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ദൈവമാണ് നമ്മളെ ഒരു ക്രിസ്ത്യാനിയായിട്ട് വിളിച്ചിരിക്കുന്നതും ക്രിസ്തുവിൽ അഭിഷേകം ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്നതും. അതില് ആ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആദ്യം കാണുന്ന ആ യേശു രക്ഷകനാണ് എന്ന് പറഞ്ഞുള്ള പൂർണ്ണമായ മാനസാന്തരത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിലേക്ക് മുമ്പായി ഇതിലേക്കെല്ലാം നയിക്കാൻ വേണ്ടിയിട്ട്, ഈ തിരിച്ചറിവുകളിലെല്ലാം നയിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്കൊരു അഡ്വാൻസ് ആയിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിട്ടുണ്ട്. ആ യേശുവിൽ നിറഞ്ഞു നിന്ന ആത്മാവ് അപ്പസ്തോലന്മാരും ആദിമ സഭയിലും പ്രവർത്തന നിരതമാണ്. ഇന്ന് നമ്മിലൂടെയും തിരുസഭയിലൂടെയും തന്റെ പ്രവർത്തനം തുടരുന്നു. അപ്പൊ ഇതിനു മുമ്പ് കണ്ട മാമോദിസയുടെ കാര്യം പറഞ്ഞതുപോലെ അപ്പസ്തോലന്മാർ 3 വർഷം യേശുവിന് കൂടത്തിൽ നടന്നു, സ്വർഗാരോഹണം വരെ കണ്ടെങ്കിലും അപ്പസ്തോലന്മാർ യേശുവിനെ തിരിച്ചറിയുന്നത്, പൂർണ്ണമായിട്ട് തിരിച്ചറിയുന്നത് അവർ ആ പന്തക്കുസ്ത ദിവസത്തിന് ശേഷം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ്. വത്സമ ചേച്ചിയൊക്കെ നേരത്തെ പറഞ്ഞിരുന്ന അവരെല്ലാം എത്ര ക്രൂരമായ മരണത്തിലേക്ക് പോയിരിക്കുന്നു, അല്ലെ? സിസ്റ്റർ പറഞ്ഞ പോലെ എന്തെല്ലാം കാര്യങ്ങൾ ആ സിസ്റ്റർ സഹിക്കുന്നു. അവരെല്ലാം യേശുവിന്, പരിശുദ്ധാത്മാവ് രക്ഷകനായ യേശു ക്രിസ്തുവിനെ അവരെ ഹൃദയങ്ങളിലേക്ക് നിറഞ്ഞ് യേശു ആരാണെന്നുള്ള ആ വെളിപാട് ദൈവം പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ അവർക്ക് ക്രിസ്തു ശിഷ്യനായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നു. അതാണ് ഇന്ന് നമ്മിലൂടെയും തിരുസഭയിലൂടെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ആത്മാവിനെ നമ്മൾ സ്വീകരിക്കുവാനുള്ള ഒരുക്കം നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് മാമോദീസയിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു അഭിഷേകമായിട്ട്, നിറഞ്ഞൊഴുകുന്ന അഭിഷേകമായിട്ട് ആത്മാവിനെ നമ്മൾ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ട് ഒരുങ്ങണം. നമ്മൾ ടീച്ചർ ആദ്യമേ പറഞ്ഞു, വത്സമ ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തിൽ സ്പേസ് ഇല്ലെങ്കിൽ ആ സ്പേസ് ഇല്ലാത്തടത്തേക്ക് എങ്ങനെ പരിശുദ്ധാത്മാവ് വരും? നമ്മുടെ ഹൃദയം മുഴുവൻ ലോകത്തിന്റെ കാര്യങ്ങളാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ എവിടേക്ക് പരിശുദ്ധാത്മാവിനെ വരും?
അപ്പൊ എനിക്ക് പരിശുദ്ധാത്മാവിനെ വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യത്തെ കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിക്കണം. ഇപ്പൊ എന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ മദ്യത്തിന് ഒരു അടിമയല്ലായിരുന്നെങ്കിലും എനിക്ക് മദ്യം ഉപയോഗിക്കുന്നത് താല്പര്യമാണ്, കുറച്ചൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അതിനകത്ത് ഇഷ്ടമുള്ള ഒരു കാര്യമായത് മദ്യം എടുത്ത് ഇങ്ങനെ മണത്ത് നോക്കും ഒരു ഇഷ്ടമൊക്കെ ഉള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ മാനസാന്തരത്തിലേക്ക് വന്ന് ഇതിൽ നിന്ന് എന്നെ പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവ്, ആദ്യമൊക്കെ ഇതിനെ നമ്മളങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് ആ കൃപയിൽ അങ്ങ് അനുതാപിച്ച് മാനസാന്തരപ്പെടുത്തി രക്ഷ കിട്ടിയപ്പോൾ ഇപ്പോഴും എന്റെ അവസ്ഥ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസം ഒരു പാർട്ടിക്ക് പോയപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എന്റെ പുറകിലായിട്ട് എന്റെ ഒരു കൂട്ടുകാരൻ വെച്ച ഒരു ഗ്ലാസ് ഇരിക്കുന്നു. അതിന്റെ മണം കാരണമാണ് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ലാത്തത്. അപ്പം എന്നെ പൂർണ്ണമായി മാറ്റി എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഋണം എന്ന് ഞാൻ പറയും. എന്റെ ശരീരത്തിലുള്ള ഒരു വ്രണത്തില് ഞാൻ അത് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് അത് ക്രിസ്തുവിലേക്ക് സമർപ്പിച്ചു കഴിയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വരുന്നു. ഇതാണ് ഞാൻ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറയുന്നത്. ഒരു ആത്മാവ് പുറത്തേക്ക് പോയി വരുമ്പോൾ അവൻ 7 പേരെ കൊണ്ട് തിരിച്ചു വന്ന് ഈ അടിച്ച് വൃത്തിയാക്കിയ സ്ഥലത്ത് കയറിയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ആ സ്ഥലം എംപ്റ്റിയാണ്, അവിടെ ഒന്നുമില്ല. എന്നാൽ മാനസാന്തരത്തിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ദാഹിച്ചു സ്വീകരിച്ച് ഇന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന പോലെ ആ എന്റെ വ്രണം ഹീരീതപ്പെട്ട് പരിശുദ്ധാത്മാവിൽ ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് ഇപ്പോൾ മദ്യത്തിന്റെ ഇന്ന് തന്നെ എനിക്ക് വായിലൊഴിച്ചു തന്നു കഴിഞ്ഞാൽ എനിക്ക് തുപ്പിക്കളയാനല്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല എന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഈ സാക്ഷ്യം പലരോട് പറയുമ്പോൾ അവരെ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ആത്മാവിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ഒരുങ്ങാം? ഒന്ന് പശ്ചാത്തപിക്കണം, അനുരഞ്ജനപ്പെടണം. ഈ പറഞ്ഞതുപോലെ തന്നെ ദൈവം നമ്മുടെ സ്വാതന്ത്ര്യം ബഹുമാനിപ്പിക്കുന്ന സ്നേഹമുള്ള പിതാവാണ്. നമ്മൾ സ്വാതന്ത്ര്യത്തിൽ ഇരിക്കുന്ന സാധനം നമ്മുടെ കയ്യിലിരിക്കുന്ന എന്താണോ അത് നമ്മളിപ്പം എന്നതാണോ കയ്യിലിരിക്കുന്നത്, നമ്മൾ പിടിച്ചിരിക്കുന്നത്, അത് നമ്മൾ ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറാകണം. നമ്മൾ പശ്ചാത്തപിക്കണം, അനുരഞ്ജനപ്പെടണം. അതിനാണ് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും നമ്മുടെ പാപാവസ്ഥയും ഇതിൽ നിന്നെല്ലാം എന്നെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നും ഇനിയും ഞാൻ ഇത് പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിയും ഞാൻ എന്റെ യേശു ക്രിസ്തുവിനെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കുക, ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുകയാണ് എന്നുള്ളതും മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഏറ്റവും തിന്മയായിട്ടുള്ള കാര്യം ഞാൻ ഇത് ഉപേക്ഷിക്കുന്നു. ഞാൻ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിലേക്ക് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് അനുരഞ്ജനപ്പെടണം. പിന്നെ സൗജന്യ ദാനമാണ് തീവ്രമായി നമ്മൾ ആഗ്രഹിക്കണം. ദാഹത്തോട് ചോദിച്ച്, ഇതൊക്കെ നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ കാണാം ഡീറ്റെയിൽ ആയിട്ട്. ദാഹത്തോട് ചോദിച്ച് വാങ്ങണം, വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണം, പ്രതീക്ഷയോടെ കാത്തിരിക്കണം, യോഗ്യതയില്ലെന്ന് കരുതൽ. ഇങ്ങനെയുള്ള ഓരോരോ പോയിന്റിലേക്ക് നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പശ്ചാത്തപിക്കണം, അനുരഞ്ജനപ്പെടണം എന്നുള്ള ഞാൻ പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:37-38. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതെ, പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കുവാൻ വേണ്ടിയിട്ട് സുവിശേഷം നമ്മൾ പ്രഘോഷണം കേൾക്കിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങും. അവർക്കുണ്ടായ പോലെ നമുക്ക് ഹൃദയം ഉറങ്ങും. നമ്മുടെ CCCയിൽ പറയുന്നിരിക്കുന്ന നമുക്കൊരു ഒരു ഹൃദയ വ്യത ദൈവം അനുവദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതകാലം മുഴുവനുള്ള ഒരു ഹൃദയവിധയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വരെ ആലോചിച്ചിട്ടുണ്ട്, നമ്മളങ്ങ് ദൈവരാജ്യത്തിലായി സുവിശേഷമൊക്കെ അടിച്ചു പൊളിച്ചാൽ ഭയങ്കര അടിപൊളിയായി സന്തോഷത്തിലായിരിക്കും, ഫുൾ സന്തോഷം. ഇന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അങ്ങനെയല്ല. ദൈവം എനിക്ക് പ്രോമിസ് ചെയ്യുന്ന പരിശുദ്ധ അമ്മ മുജുഗോരിയിലും പറയുന്നത് സമാധാനമാണ്. എനിക്ക് സമാധാനം ഉണ്ടായിരിക്കും. നമ്മൾ ദിവ്യ സിസ്റ്ററുടെ കാര്യം മനസ്സിലാക്കിയതാണ്. സിസ്റ്ററിന് സമാധാനമാണുള്ളത്, അല്ലാതെ സന്തോഷവും ഭയങ്കര നല്ല രസവും എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെയാണ് സിസ്റ്റർ ഇന്നും കടന്നു പോകുന്നത് അല്ലെ. പക്ഷേ ഓരോ സമയവും ദൈവം നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുകൾ അനുവദിക്കുമ്പോൾ അവിടെ ഒക്കെ നമ്മുടെ ഹൃദയം നുറുങ്ങുമ്പോൾ, നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്കും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരേക്കും കൂടുതലായി നൽകപ്പെടും. പിന്നെ സൗജന്യ ദാനമാണ് തീവ്രമായി ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കണം. ദാഹിക്കുന്നതിന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വെളിപാട് 21:6. ഇതാണ് നമ്മൾ പറഞ്ഞു വെളിപാട് വരെ എന്ന് പറഞ്ഞ വചനമാണിത്. വെളിപാട് 21:6. നമ്മൾ ഓരോ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അവന്റെ ഹൃദയത്തിൽ ഒരു വലിയ ദാഹവുമായിട്ടാണ്. ആ ദാഹമാണ് ചേച്ചി ആദ്യം പറഞ്ഞ പോലെ നമ്മൾ അവിടെ ഇവിടെയും പോയി ഒക്കെ കുടിച്ചു തീർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദാഹം വർദ്ധിക്കുകയല്ലാതെ ദാഹം ഒരിക്കലും നമുക്ക് ശമിക്കുന്നില്ല. ആ ദാഹം നമ്മുടെ ദൈവം തന്നെയായ
പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ അത് എവിടുന്നാണ്? യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ദാഹം ശമിക്കുക. അത് പക്ഷെ സൗജന്യ ദാനമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സൗജന്യ ദാനമാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹോളി സ്പിരിറ്റ് ഈസ് ഫ്രീ ബട്ട് ഇറ്റ്സ് നോട്ട് ചീപ്പ്. ദൈവം ദാനമായിട്ട്, പരിശുദ്ധാത്മാവ് സൗജന്യമാണ്, വിലകെട്ടതല്ല. അതായത് ഏറ്റവും വിലയുള്ള ദൈവം തന്നെ പരിശുദ്ധാത്മാവിലൂടെ നൽകുകയാണ്, സൗജന്യമായി നൽകുകയാണ്. അതിന് വിലയുണ്ട്. സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കും, വിലകെട്ടതായിട്ട് നമുക്ക് കിട്ടുന്നതല്ല. നമ്മളുടെ ആവശ്യത്തിനുള്ള ഒരുക്കം വേണം. എന്തുകൊണ്ടാണ്? നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഇപ്പൊ എന്റെ ഒരു കൊച്ചിന്, അവനൊരു ഐപാഡ് ഭയങ്കര താല്പര്യമാണ്. അവൻ പഠിക്കാൻ വേണ്ടിയാന്ന് വിചാരിക്കുക, ഒരു ഐപാഡ് ഭയങ്കര താല്പര്യമാണ്. അവൻ അത്യാവശ്യം പഠിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നത് അവൻ എന്നോട് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പക്ഷെ നോക്കുമ്പോൾ ഇവനീ അവന്റെ കൈ കിട്ടുന്ന എല്ലാം അടിച്ചു പൊട്ടിക്കും. ഇതാണ് ഇവന്റെ സ്വഭാവം. എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പക്ഷെ ഇത് ഏറ്റവും വിലയുള്ള ഒരു സാധനമായിട്ട് ഞാൻ അവന് ഒരിക്കലും കൊടുക്കില്ല. അവൻ ഒരുങ്ങി, അവൻ അതിനുള്ള ഒരുക്കമുണ്ടെന്ന് ഞാൻ കാണുമ്പോൾ അന്നേരം മാത്രമേ ഞാൻ ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞ പോലെ ഏറ്റവും വിലയുള്ള പരിശുദ്ധാത്മാവ്. ഒന്ന് ആലോചിച്ച് നോക്കി, പരിശുദ്ധാത്മാവ് ഇപ്പം എന്റെ ജീവിതത്തിൽ തന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ പരിശുദ്ധാത്മാവിന് കൃപയ്ക്കും വരങ്ങൾക്കും ദാനങ്ങൾക്കും വേണ്ടിയൊക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞാൻ തുടങ്ങിയ സമയമാണ്. അന്ന് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ വരദാന ഫലങ്ങൾ നൽകിയിരുന്നെങ്കിൽ, എന്നെ പൂർണ്ണ അഭിഷേകത്തിലേക്ക് നയിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ അഹങ്കാരം കൂടുകയും ഞാൻ ഏറ്റവും വിരുദ്ധ സാക്ഷ്യമാക്കി എന്നെ കണ്ട് കുറച്ചു ദിവസം കഴിയുമ്പോൾ ഞാൻ വീണുപോകും. അപ്പോൾ എനിക്ക് തന്നില്ലെങ്കിൽ എന്റെ ആത്മാവിൽ മാത്രമേ ഒരു കുറവുള്ളൂ. പക്ഷെ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ വഴി അനേകം പേര് ക്രിസ്തുവിനെയും ക്രിസ്തു മതത്തിനെയും വെറുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ദൈവത്തിന് ഇതെല്ലാം അറിയാവുന്നത് കൊണ്ട് ദൈവം നമ്മുടെ ഒരുക്കവും പൂർണ്ണമായ മാനസാന്തരവും പശ്ചാത്താപത്തിലൂടെ നിൽക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവെ നൽകുന്ന. ആ പശ്ചാത്താപം നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത്? നമ്മുടെ ദാഹത്തിലാണ്. നമ്മൾ ആ ഉള്ളിൽ ആത്മാവിൽ നമ്മൾ ദാഹിച്ച് ചോദിക്കുമ്പോൾ ലൂക്ക 11:13 പറയുന്ന പോലെ, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ എന്റെ മകൻ എനിക്ക് അങ്ങനെ നൽകാൻ, ഒരു ഐപ്പാട് നൽകാൻ ആഗ്രഹമുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ദൈവം പരിശുദ്ധാത്മാവിന് ഏറ്റവും വിലയുള്ള സമ്മാനത്തിനെ, എന്നെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവം നമുക്ക് നൽകാതിരിക്കും. യോഹന്നാൻ 7:37 പറഞ്ഞു. ഇതാണ് നമ്മളൊന്ന് പറഞ്ഞ ദാഹജലത്തിന്റെ കാര്യം. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ശബ്ദം ഉയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പോൾ നമ്മുടെ ദാഹം തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവായ ജീവജലം ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കണം. മത്സ്യമറ്റി ചേച്ചി പറഞ്ഞതുപോലെ ആ ഓരോ പരിശുദ്ധ കുർബാനയിലും കർത്താവ് നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുന്ന സമയത്തിൽ ഞാൻ ഇങ്ങനെ ഹൃദയം തുറന്നിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അനുഭവിക്കാൻ പറ്റും. പിന്നെ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈശോയുടെയും പരിശുദ്ധാത്മാവിന്റെ ത്രിത്വൈക ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഈ വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണം. റോമ 10:12 യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്നെ സമ്പത്ത് വർഷിക്കുന്നു. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആർക്കെങ്കിലും പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മിഷൻ പോകുന്ന ഒരു സിസ്റ്ററിന് വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അപ്പസ്തോലന്മാർക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. നമ്മൾക്കെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്, ഒരു വ്യക്തിപരമായ ഒരു മിഷൻ ദൈവം നമുക്ക് വേണ്ടി. അതിനുവേണ്ടിയാണ് നമ്മളെ ഇത്രയും സ്പെഷ്യലായിട്ട് വിളിച്ച് സൃഷ്ടിച്ച് നമ്മളെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി നിത്യസഹായനായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടിയേ തീരുമെന്നുള്ളതും, അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിച്ച് വിളിച്ചപേക്ഷിച്ചാൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുകയും ചെയ്യും. അപ്പൊ അതിനുവേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:4-5 അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിക്കാതെ പരിശുദ്ധാത്മാവിന് സ്നാനം ഏൽക്കും. പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്ന് പറയുന്നത് നമ്മുടെ അഭിഷേകമായി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമായിട്ട് വരുന്ന സ്നാനം
ഇപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ നമ്മൾ ഒരു ഇടിയും വെട്ടും ഭയങ്കരമൊക്കെ ആയിട്ട് എന്തോ സംഭവിക്കുന്നതായിട്ട് മാത്രം കാണരുത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നിരന്തരമായി നമ്മൾ സ്നാനം ഇങ്ങനെ കുറച്ചുകൊണ്ട് ചില ആൾക്കാർക്ക് അഭിഷേകത്തിൽ പ്രോഗ്രസ് ചെയ്യായിരിക്കും. എനിക്ക് അങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സമയത്താണ് ഞാൻ മിസിയോയുടെ താമസിച്ചുള്ള കോഴ്സിൽ ചെല്ലുന്നത്. അപ്പൊ അവിടെ എനിക്ക് അന്ന് വരെ ഞാൻ പറയുമായിരുന്നു, തമ്പുരാനെ ഞാൻ ഈ സുവിശേഷ പ്രഘോഷണം ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല, ഞാൻ തമ്പുരാനുമായിട്ട് അതേറെ വേണേം കെട്ടിപ്പിടിച്ചോളാം, ഞാൻ വേണേ വിട്ട് മുറിയിലാണ് പ്രാർത്ഥിച്ചോളാം, പക്ഷെ വേറെ ഒരാളോട് പോയിട്ട് പറയാൻ എന്നെ കിട്ടത്തില്ല, പ്ലീസ്, എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്ന വ്യക്തി. അപ്പൊ ഞാൻ അവിടെ പോയി ടോമിച്ചായൻ എനിക്ക് വേണ്ടി ഞങ്ങളൊരു കൗൺസിലിംഗ് എടുത്തപ്പോൾ ടോമിച്ചായൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ ദൈവം എന്നോട് പറഞ്ഞത്, ടോമിച്ചായൻ വേണ്ടി പറഞ്ഞത്, നീ റിയർ വ്യൂ മിറർ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. അതായത് നിന്റെ ജീവിതത്തിൽ വന്ന പാപപ്പഴകളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പഴയ ജീവിതം നോക്കിയാണ് നീ നിന്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം നിവേശിക്കണം, നിന്റെ രക്ഷ നീ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണം. അപ്പൊ അങ്ങനെ ഞാൻ ആ പൂർണ്ണമായ രക്ഷ ഏറ്റെടുത്തുകൊണ്ട് ഒരു കുമ്പസാരിച്ച് അന്ന് ആ മിസിയോ റെസിഡൻഷ്യൽ കോഴ്സിന് അവസാനം ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, എനിക്ക് തോന്നുന്നു എല്ലാ വ്യക്തികൾക്കും ഒരു 2-3 മിനിറ്റ് അഭിഷേക പ്രാർത്ഥന നൽകിയപ്പോൾ അച്ഛന് എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റോളം എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അതൊരു വളരെ വലിയൊരു അഭിഷേകമായി എനിക്ക് അനുഭവപ്പെടുകയും അതിന്റെ ഒരു തെളിവെന്ന നിലയ്ക്ക് ഒരാഴ്ച അല്ലെ 10 ദിവസത്തിനകം ഞാൻ ഏകദേശം 150 പേരോളം ഈ അടിസ്ഥാന സുവിശേഷം പ്രഘോഷിക്കുകയും അവരിലൊക്കെ വളരെയധികം മാനസാന്തരങ്ങളും ഒത്തിരി അടയാളങ്ങളും പരിശ്രമയുടെ മുല്ലപ്പൂവിന്റെ മണം പോലുള്ള അടയാളങ്ങളും എല്ലാം ഞാൻ അന്ന് കണ്ടിരുന്നു. അപ്പൊ ആ അഭിഷേകം എനിക്ക് മനസ്സിലായത് അതിനൊരു കാത്തിരിപ്പുണ്ട്, അതിനൊരു സമയമുണ്ട്. ആ സമയത്താണ് ദൈവം നമുക്ക് തരുന്നത്. ആ പ്രതീക്ഷയോടെ ആ കാത്തിരിപ്പ് വരെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിച്ച് മാനസാന്തരപ്പെട്ട് നിരന്തരമായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇനി യോഗ്യതയില്ലെന്ന് കരുതരുത്. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പോസ്തലൻ പ്രവർത്തനങ്ങൾ 19:6 ജാതിയുടെ മേലാണ്. അപ്പം യോഗ്യത, എനിക്ക് എന്ത് യോഗ്യതയാണ് പരിശുദ്ധാത്മാവ്? ശരിക്കും പറയാണല്ലോ, യോഗ്യതയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു യോഗ്യതയില്ല, എനിക്ക് എന്ത് യോഗ്യത, അല്ലെ നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത്, അല്ലെ അങ്ങനെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ അനന്തമായ സ്നേഹത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ച് നമ്മൾ എന്തോ ഒക്കെ പാപാവസ്ഥയിലായിരുന്നു, അതിൽ നിന്നെല്ലാം തന്നെ കുരിശിൽ മരിച്ച് രക്ഷിച്ച് എല്ലാ പാപകടങ്ങളും വീട്ടി നമ്മളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഒരു വലിയ പദ്ധതിയുടെ വലിയൊരു ബന്ധത്തിന്റെ സ്നേഹബന്ധത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് യോഗ്യതയില്ലാത്ത, ദൈവത്തിന്റെ യോഗ്യത, അവന്റെ കുരിശുമരണത്തിന്റെ അവന്റെ രക്തത്തിന്റെ യോഗ്യതയാണ് നമ്മൾ കാണുന്നത്. അതിൽ കൂടി ഒരു യോഗ്യതയില്ല, ദൈവത്തിന്റെ ശക്തിയുടെ യോഗ്യതയാണ്. ആ യോഗ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവരും ദൈവത്തിന്റെ സൗജന്യ ദാനമായ പരിശുദ്ധാത്മാവിന് നമുക്ക് ദാനമുണ്ട്, നമുക്ക് യോഗ്യതയുണ്ട്. അങ്ങനെയുള്ള പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ എന്നോട് മെസ്സിയ കോഴ്സ് തുടങ്ങുമ്പോഴത്തേക്ക് ഷിഫ്റ്റ് അങ്ങനെയുള്ളവരൊക്കെ കോഴ്സ് എടുക്കുമ്പോൾ അലിസാന്റിയൊക്കെ പറയുമായിരുന്നു, ഇതിന്റെ നിങ്ങൾക്ക് ആത്മാവ് പറയുന്നതിന്റെ ഒരു ലക്ഷണമാണ് സ്നേഹം കൂടും. അതെനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ സംഭവം ശരിയാണ്. എനിക്ക് ആൾക്കാരുമായിട്ടുള്ള സ്നേഹം വളരെയധികം കൂടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഒരു ഇടിവെട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു അഭിഷേകം എന്നുള്ള രീതിയിലൊന്നും അനുഭവിച്ചില്ലെങ്കിലും ക്രമേണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ തിരിഞ്ഞു നോക്കുക. നിങ്ങളുടെ അന്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഇനിയും മുന്നോട്ട് പോകുമ്പോഴും ദൈവ സ്നേഹാനുഭവത്തിൽ നമ്മൾ നിറയുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ് റോമ 5:5 ആദ്യം പ്രഘോഷണത്തിൽ പറഞ്ഞ പോലെ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അല്ലെ, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണെന്ന് പറഞ്ഞ് പഴയ നിയമത്തിൽ ഈശോ പറയുന്നത്, ദൈവം പറയുമ്പോൾ മിക്കായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം ചോദിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഞാൻ എങ്ങനെ നിങ്ങളെ സ്നേഹിച്ചു എന്ന്. നമുക്ക് തന്നെ അറിയാം, എത്രയോ ആൾക്കാർ ദൈവം സ്നേഹിക്കുന്നു പറയും. എങ്ങനെയാ സ്നേഹിക്കുന്നത്? ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോ എങ്ങനെയാ ദൈവം സ്നേഹിക്കുന്നത്? ദൈവ സ്നേഹാനുഭവം നമ്മൾ തിരിച്ചറിയുന്നത് പരിശുദ്ധാത്മാവ് ദൈവസ്നേഹമാണ്. ആ സ്നേഹമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുമ്പോഴാണ് നമുക്ക് ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അറിയാൻ പറ്റുക. ഇന്ന് എനിക്ക് എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് വെറുതെ കണ്ണടച്ച് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റും.
അതേപോലെ തന്നെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഒരു സൗജന്യ ദാനമായ പരിശുദ്ധ അമ്മയുടെ പ്രസൻസ്. അത് ഞങ്ങൾ ഒക്ടോബർ യാത്രയിലാണ് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നയിച്ച് ഞങ്ങളൊരു കുഞ്ചുകോരി യാത്ര നടത്തിയതിനു ശേഷം അമ്മയുടെ പ്രസൻസ്, ഞാൻ അമ്മയുടെ പ്രസൻസ് അങ്ങനെ എടുത്തു പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ വഴിയാണ് എനിക്ക് പരിശുദ്ധാത്മാവിൽ ഒത്തിരി ഒരു നിറഞ്ഞ അനുഭവം ഉണ്ടായത്. അപ്പൊ അമ്മയുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴേക്ക് പരിശുദ്ധാത്മാവിൽ നിറയുന്ന അനുഭവം ഇന്ന് എനിക്ക് കൂടുതലായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ അനുഭവം നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന്. കാരണം എനിക്ക് ഒന്നും അനുഭവിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അത് അനുഭവിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് ഇതൊന്നും എടുത്തു പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പാപബോധവും നീതിബോധവും പശ്ചാത്തലവും പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. അപ്പൊ ഞാൻ എല്ലാം കൊണ്ട് വിശുദ്ധനായി കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം സംഭവിക്കുക എന്നുള്ളതല്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒട്ടും കൊതിയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ഒരു ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പോലെ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അയാളെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഇഷ്ടമില്ലാത്തത്? അയാൾക്ക് കൊതിയുണ്ട്. അങ്ങനെ ഈ ദൈവം എന്നെ കാണിച്ച്, എടാ നിനക്ക് നിറച്ചും കൊതിയാണുള്ളത്, അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് അങ്ങനെ പരിശുദ്ധാത്മാവ് ആ കൊതി എന്നുള്ള പാപബോധം കാണിക്കുകയും അതിൽ ഞാൻ മാനസാന്തരപ്പെടുകയും എനിക്കത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ പ്രാവശ്യം കുറെ പുസ്തകങ്ങളിലൂടെ ഹീലിംഗ് വരികയും ഒരു തമാശയായിട്ട് കാര്യം എന്ന് വെച്ചാൽ ഞാൻ പല ഹീലിംഗ് നടത്തിയെങ്കിലും ലാസ്റ്റ് എനിക്ക് ശരിക്കുമുള്ള ഡെലിവറൻസ് നടന്ന് ഞാൻ ഈ അടുത്ത ദിവസം ഇവിടെ ഒരു അഡോറേഷൻ ചാപ്പലിരുന്ന് വൈകിട്ടിരുന്ന് ഒരു 5-10 മിനിറ്റ് ഇരിക്കുമ്പോൾ നല്ല ഉറക്കം വരുന്നു. അപ്പൊ ഞാന് വേണമെന്നില്ലാത്ത പോലെ ഒരുമാതിരി അബ്രാഹം ഉറങ്ങി വരും ഭയങ്കര ഡീപ്പായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. ശരിക്കും ഡീപ്പായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. 5-10 മിനിറ്റ് കൊണ്ട് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേ എന്റെ മനസ്സിന് ബോധ്യം വന്നു ഇങ്ങനെ ഒരു ഹീലിംഗ് വന്നു. അന്ന് മുതൽ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു താല്പര്യം, ആ ആഹാരത്തിനോടുള്ള ആ താല്പര്യത്തിൽ വലിയ ഹീലിംഗ് തോന്നുന്നു. ഇനി നീതിബോധം, പശ്ചാത്താപം, ഇതെല്ലാം ആത്മാവ് നിറയുമ്പോഴാണ് നമുക്ക് സംഭവിക്കുന്നത്. ഇത് കാരണം നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, എന്റെ എല്ലാ പാപങ്ങളിലൂടെ എന്നെ ഇപ്പൊ പരിശുദ്ധാത്മാവ് കാണിച്ചാൽ ഞാൻ ഇവിടെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോവുകയുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ഒരു വലിയ കരുണയാണ്. പതുക്കെ 3-4 കാണിക്കുന്നു, അത് ഞാൻ പശ്ചാത്തപിച്ച് സംസാരിക്കുന്നു, റിക്കവർ ആവുന്നു, അടുത്തത് കാണിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സിൽ ഞാനിങ്ങനെ നിരന്തരമായ മാനസാന്തരത്തിലേക്ക് വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളുടെ സ്ഥാനത്തിലേക്കും പദവിയിലേക്കും ഉയർത്തുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. നാം ദൈവത്തിന്റെ മക്കളാണ്. ഈ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. റോമ 8:16. അപ്പം യോഹന്നാൻ 1:12 നമ്മൾ കാണുന്നു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ദൈവമക്കളാകാനുള്ള കഴിവ് നമുക്ക് നൽകിയെങ്കിലും നമ്മൾ ദൈവമക്കളാകുന്നത് പൂർണ്ണമായും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടുത്തി സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമ്മൾ ആ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവമക്കളാകുന്നത്. ആത്മാവ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്കും വിടുതലിലേക്കും പ്രവേശിക്കുന്നു. ഇപ്പൊ എന്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയൊരു കാര്യം തീരുമാനിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ചെറിയൊരു കാര്യം പോലും ഇപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ എന്താ ചെയ്യേണ്ട, ഇങ്ങനെ വിഷമിച്ച വല്ല കുടിക്കാനാണ് ഒരു മടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നുള്ളിൽ നമുക്ക് തമ്പുരാൻ ഞാൻ എന്താ ചെയ്യാൻ ചോദിക്കുമ്പോൾ നീ പെട്ടെന്ന് എഴുന്നേറ്റ് കുർബാനയ്ക്ക് ലേറ്റ് ആവും. ഇപ്പൊ നോർമലി 20 മിനിറ്റ് കൊണ്ട് ഞാൻ കുർബാനയ്ക്ക് കുളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് കേട്ട് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ട്രെന്ന് പോയിട്ട് കുളിച്ച് ഒരു 5-10 മിനിറ്റ് റെഡിയായി, ഞാൻ 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ റെഡിയായി വരും. അപ്പൊ അതൊരു വലിയ സ്വാതന്ത്ര്യമാണ്. ആ സമയത്ത് എനിക്ക് വേറെ ഒരു ചിന്തകളും എന്നെ അലട്ടുന്നില്ല. ദൈവാത്മാവിന് ഇതൊക്കെ ചെറിയ ജീവിതാനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് തൊട്ട് വലിയ ജീവിതാനുഭവങ്ങൾ വരെ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്കും വിടുതലിലേക്കും നമ്മളെ പ്രവേശിപ്പിച്ചുകൊണ്ട് നിരന്തരമായ ദൈവമക്കളുടെ സഹോദരത്തിന്റെ അനുഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, നീ അതിന്റെ ശബ്ദം കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏവനും. യോഹന്നാൻ 3:8 പറയും. നമ്മുടെ ജീവിതവും എനിക്ക് 2 വർഷം മുമ്പ് ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ഞാൻ ഉണ്ടാക്കിയ പ്ലാനോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ജീവിതം ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയും നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകും നമുക്കറിയില്ല. ദൈവാത്മാവ് നയിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രം അറിയാം, വളരെ മനോഹരമായ ഒരു രീതിയിലേക്കായിരിക്കും ദൈവം നയിക്കുന്നത്. അതേപോലെ വിമല പ്രതിഷ്ഠയിൽ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്,
ഈ ആത്മാക്കളെല്ലാം ഒരുമിച്ച് മേഘം നീങ്ങുന്ന പോലാണ് ഒരുമിച്ച് നീങ്ങുന്നത്. ആ ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് ഒരുമിച്ച് നീങ്ങുകയാണ്. ഇപ്പൊ ഞാനിവിടെ ജീസസ് യൂത്തിന്റെ ഒരു ഫാമിലി കോർഡിനേറ്റർ ആണ്. നാളെ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ഒരു മീറ്റിംഗ് ഉണ്ട്. ഇന്ന് ഇതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ട പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നു. എന്നാൽ ലോകത്ത് ആദ്യം അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുക എന്നുള്ള വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരുങ്ങുമ്പോൾ ഞാൻ കൂടെ പാരലേ കാണുന്ന ഞാൻ ചെയ്യേണ്ട പല കാര്യങ്ങളും ദൈവം വേറെ ആത്മാവിൽ പലരെ ഉദ്ദീപിച്ചുകൊണ്ട് പല കാര്യങ്ങളും എന്നേക്കാളും മനോഹരമായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് ഒരുമിച്ച് ഞങ്ങൾ ദൈവാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകുകയാണ്. വിശ്വാസം പ്രകടിപ്പിക്കാനും വളർത്താനും പൂർത്തിയാക്കാനും ആത്മാവ് സഹായിക്കുന്നു. വത്സമ്മ ചേച്ചി പറഞ്ഞ പോലെ അപ്പസ്തോലന്മാരൊക്കെ ദൈവം ആ വിശ്വാസം പ്രകടിപ്പിച്ചതുപോലെ നമുക്ക് സിസ്റ്റർ പ്രകടിപ്പിച്ച പോലെ നമുക്ക് ഓരോരുത്തർക്കും പ്രകടിപ്പിക്കാൻ പറ്റും. യേശു കർത്താവാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1 Corinthians 12:3 നമ്മൾക്ക് യേശു ക്രിസ്തു കർത്താവാണെന്ന് ഏറ്റുപറയുവാൻ വേണ്ടി ശക്തമായി നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നില്ല, പൂർണ്ണമായി ലഭിക്കുന്നില്ല. അതിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ നമ്മൾ ഈ പറഞ്ഞ പോലെ സൗജന്യ ദാനത്തിന് നമ്മുടെ അനുതാപം മനസാന്തരം വഴി ദൈവത്തെ പിതാവായ ദൈവത്തെ യേശുവിനോട് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ സത്യാത്മാവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യരായിട്ട് നമ്മൾ രൂപപ്പെടുന്നു. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ സഹായിക്കുന്നു. ക്രൈസ്തവ പൂർണ്ണതയിലേക്ക് വളരുന്നു. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ആവശ്യമായ കൃപ നൽകുന്നു. വിശുദ്ധീകരിക്കുകയും വിശുദ്ധിയിൽ വളർത്തുകയും ചെയ്യുന്നു. ഇതില് ക്രിസ്തു ശിഷ്യരായിട്ട് നമ്മൾ ദൈവാത്മാവിന്റെ ദൈവം വിളിച്ച പോലെ നമുക്ക് ജീവിക്കും. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ സഹായിക്കുന്നു. ടീച്ചർ പറഞ്ഞ ഓരോരുത്തരും എന്താണ് ജീവൻ വെടിയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ അവിടെ എല്ലാം എന്താണ് സംഭവിക്കുന്നത്? പരമമായ സത്യം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ ചെറിയ ജീവനല്ല ആത്യന്തികമായി നിത്യജീവനിലേക്കാണ് ഞാൻ വിളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോ ജീവിത മൊമെന്റുകളും നമുക്ക് ആ പൂർണ്ണമായ സത്യത്തിലേക്കുള്ള ജീവിക്കുമ്പോൾ നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു. ക്രൈസ്തവ പൂർണ്ണതയിലേക്ക് വളർത്തുന്നു. ഞാൻ പരിപൂർണനായിരിക്കുന്ന പോലെ ദൈവം പരിപൂർണനായിരിക്കുന്ന പോലെ നമ്മളും പരിപൂർണതയായിരിക്കുക. എന്താണ് നമ്മുടെ പരിപൂർണത? യേശു ക്രിസ്തു പറഞ്ഞ ഒരു റോസാച്ചെടിയുടെ പരിപൂർണത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു റോസാച്ചെടിയാണ്. ഒരു മനുഷ്യന്റെ ഒരു പരിപൂർണത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ മനുഷ്യനാണ്. പൂർണ്ണമായ മനുഷ്യൻ എന്ന് പറയുന്നത് ഇന്ന് വരെ ഒരു പൂർണ്ണമായ ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നു, അത് യേശുക്രിസ്തുവാണ്. അപ്പൊ നമ്മളൊക്കെ പൂർണ്ണമായ മനുഷ്യത്വത്തിലേക്ക്, യേശുക്രിസ്തുവിന്റെ പൂർണ്ണമായ മനുഷ്യത്വത്തിലേക്ക് നമ്മൾ വളരുന്നു. ആ ക്രൈസ്തവ പൂർണ്ണതയിൽ ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ വളർത്തുന്നത് നമ്മുടെ വരദാന ഫലങ്ങളിൽ കൂടെ പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ആവശ്യമായ കൃപ നമുക്ക് നൽകുന്നു. നമ്മളെ വിശുദ്ധീകരിക്കുകയും വിശുദ്ധിയിൽ വളർത്തുകയും ചെയ്യുന്നു. ഞാനിപ്പോ പറഞ്ഞ പോലെ നമുക്ക് ഉറങ്ങിക്കിടന്നവനെ വിശുദ്ധീകരിച്ച പോലെ നമുക്ക് മാനസാന്തരം നൽകി നിരന്തരമായി നമുക്ക് പാപബോധം നൽകി നമ്മളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മുടെ ദൗത്യ നിർവഹണത്തിന് സഹായിക്കുന്നു. അതെ, നമുക്ക് വെറുതെ നമ്മളിങ്ങനെ ലാലാല പഠിച്ച് നടക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് വളരെ കൃത്യവും വ്യക്തവുമായിട്ടൊരു വലിയൊരു സ്വർഗീയ ദൗത്യമുണ്ട്. ആ ദൗത്യ നിർവഹണം തിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. ഇനി പരിശുദ്ധ ത്രിത്വത്തിന്റെ സഹവാസാനുഭവം ലഭിക്കുന്നു. ദൈവം സർവ്വവ്യാപിയാണ്. അല്ലെങ്കിൽ വത്സമ്മ ചേച്ചി പറഞ്ഞ പോലെ ഇമ്മാനുവൽ അനുഭവം, ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് സത്യാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് ദൈവത്തിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. അങ്ങനെ പുതിയ സൃഷ്ടിയായി, എല്ലാം നവീകരിക്കപ്പെട്ട ഒരു പുതിയ സൃഷ്ടിയായി ദൈവത്തിന്റെ സ്വഭാവത്തിൽ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ ദൈവാത്മാവിലൂടെ അപൂർണ്ണമായ മനുഷ്യനായി ദൈവത്തിന്റെ സ്വഭാവങ്ങളിൽ വരദാനങ്ങളിൽ നമ്മളെ വളരുന്നു. അങ്ങനെ യേശു എന്ന മനുഷ്യൻ, യേശു എന്ന ദൈവത്തിന്റെ എല്ലാ ഛായയിലും നമ്മൾ വളരുന്നു. അങ്ങനെ യേശുവിന്റെ മനസ്സിനും അവന്റെ സുവിശേഷത്തിന് അനുസൃതമായ അനുദണ്ണം ജീവിക്കുവാൻ. അപ്പൊ നമ്മുടെ വെളി എന്നാ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ മനസ്സിലേക്ക്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമായ ഞങ്ങളുടെ തിരുമനസ്, ആ പിതാവിന്റെ യേശുവിന്റെ തിരുമനസ് നമ്മുടെ ഭൂമിയിൽ വരാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി, അതിന് ജീവിക്കുവാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മളെ വളർത്തുന്നതും നമ്മളെ നയിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കാം. ആമേൻ.
അടുത്തതായി വൈൻഡ് അപ്പ് സെഷൻ ആണ്. അതിനായി നമ്മുടെ സ്നേഹമുള്ള ആലിസമ്മച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓർക്കുന്നുണ്ടോ അന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായത്തില് 44-ാം വാക്യം? പത്രോസ്ലീഹ ഈ വാക്കുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു വസിച്ചു. വിജാതീയര് മാമോദിസായി മുങ്ങിയിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. അവരുടെ ആ ദാഹവും അവരുടെ ആ ആഗ്രഹവും അവരുടെ ആ കമ്മിറ്റ്മെന്റും കേട്ടുകൊണ്ടിരുന്ന തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു വസിച്ചു. ഇനിയിപ്പൊ നിങ്ങളെല്ലാവരും ഇനി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ പ്രാർത്ഥിക്കുന്ന നേരവും കാത്തൊന്നും ഇരിക്കേണ്ടെന്ന് മനസ്സിലായല്ലോ. പിന്നെ മാമോദിസായിൽ തന്നെ നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞതാ. ആ ഉജ്ജ്വലിപ്പിക്കുക. നമ്മുടെ സഹകരണം എത്ര കൂടുന്നോ അത്രയും നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകും. അതായത് ദൈവത്തിന്റെ ഭാഗം എല്ലാം ചെയ്തു കഴിഞ്ഞതാ. ഇനിയിപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് വരേണ്ടത് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പൊ നമ്മളെപ്പോൾ പറഞ്ഞല്ലോ ജോജോ ഇതിന്റെ എന്തെല്ലാമാ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞില്ലേ? പശ്ചാത്തപിക്കണം, അനുരഞ്ജനപ്പെടണമെന്ന് പറഞ്ഞതൊന്ന് കാര്യമായിട്ട് എടുത്തോണേ. അനുരഞ്ജനപ്പെടുക എന്ന് പറയുന്നിടത്ത് ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മറക്കരുത്. കാരണം ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന ഏത് കാര്യവും ലഭിക്കുമെന്ന് ലഭിച്ചു കഴിഞ്ഞെന്ന് തന്നെ വിശ്വസിക്കാനാ പറയുന്നത്. എന്നാൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. പിന്നെ 5-ാം അധ്യായത്തിൽ പറയുന്നുള്ള മത്തായിയുടെ സുവിശേഷത്തില് നിങ്ങളെ ബലിയർപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ വെച്ച് ആർക്കെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നിങ്ങൾ അവിടെ വെച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ ഈശോ പറഞ്ഞതാ, ബലിവസ്തു എല്ലാം അവിടെ വെച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോയി അവരോട്ട് അനുരഞ്ജനപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കാൻ. ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. ആ അനുരഞ്ജനപ്പെടുക എന്ന് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ടതാണെന്നൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ഇതൊന്ന് റെഡിയാകുന്നോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ നിറവ് നമുക്കറിയാം. ഈശോ പറഞ്ഞ അതല്ലേ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാന്. അതിൽ കുറഞ്ഞ ഒന്നും ദൈവത്തിന്റെ പദ്ധതിയിൽ ഇല്ല. നമ്മളെന്തിനാ പിന്നെ കുറയ്ക്കാൻ പോകുന്നത്? ആ സന്തോഷത്തിന്റെ പൂർണ്ണത, ജീവന്റെ സമൃദ്ധി, അത് നമുക്ക് എല്ലാവർക്കും, കുറച്ചു പേർക്കല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഇത് മുഴുവനും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക മാത്രമല്ല, അതിന് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്, ഈശോമിശോ ചെയ്യേണ്ടത് എല്ലാം ചെയ്തും കഴിഞ്ഞിട്ട് നമ്മളെ ക്ഷണിക്കുകയാണെന്ന് ഓർത്തോണം. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെയും ഇന്ന് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ സങ്കീർത്തനം പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, കർത്താവ് തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് ആവശ്യമുള്ളതെല്ലാം പ്രദാനം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താ? ഇവരൊക്കെ പറഞ്ഞത് വത്സമയും സിസ്റ്റദീപ്തിയും ജോജോയും എല്ലാരും പറഞ്ഞത് നമുക്ക് മനസ്സിലായി. നമുക്ക് ഏറ്റവും ആവശ്യം ദുഷ്ടരായ നിങ്ങൾ പോലും മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയായില്ലേ എന്ന് പറഞ്ഞാല് അവര് പാമ്പിനെയും തേളിനെയും ഒക്കെ മുട്ടയാണെന്നോ ഇതാണെന്നോ പറഞ്ഞ് ചോദിച്ചാലും നിങ്ങളതെടുത്ത് കൊടുക്കുകയല്ലോ. നിങ്ങൾ നല്ല ദാനങ്ങളാ കൊടുക്കുക. അപ്പം ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നമ്മൾ അതും ഇതുമൊക്കെ ചോദിച്ചാലും ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നതും തരുന്നതും എന്താണെന്നാ പറഞ്ഞത്? എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നമ്മൾ എന്ത് ചോദിച്ചുകൊണ്ട് ചെന്നാലും ദൈവത്തിനറിയാം ഇവരുടെ ആവശ്യം. കൊച്ചു കുഞ്ഞ് അയ്യോ വയറുവേദന എടുക്കുന്നതെന്ന് പറഞ്ഞ് വിശന്നിട്ടായിരിക്കുമെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അമ്മ അപ്പം വിശപ്പിന് ആവശ്യമുള്ളത് കൊടുക്കും. ഇതുപോലെ ദൈവവും നമ്മള് എന്ത് ചോദിച്ചുകൊണ്ട് ചെന്നാലും പരിശുദ്ധാത്മാവിനെ തരാൻ കാത്തിരിക്കുകയാണെന്ന് മറക്കണ്ട. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാഭിഷേകം എന്നും എപ്പോഴും, പിന്നെ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം ഉണ്ടാകുമ്പോൾ ഇപ്പം അകശിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിമണിയായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ചുമ്മാ അങ്ങ് ആഗ്രഹിച്ച് അങ്ങോട്ട് വിട്ട്, അതായത് എത്ര ഇതായിട്ട് വിടുവോ. കഴിഞ്ഞ ദിവസം ടോമിച്ചോട് പറയുന്നത് കേട്ടായിരുന്നേ. ഇന്ന് ടോമിച്ചോടെ പറയേണ്ടിയിരുന്നത് ജോജോയ്ക്ക് അടുത്ത ആഴ്ച അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം മാറിയതാ. അപ്പൊ പറയുകയായിരുന്നേ, ഒരു റോക്കറ്റ് വന്നിറങ്ങണമെങ്കിൽ ഹെലിപ്പാഡ് ഉണ്ടാകണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ആ പ്രിപ്പറേഷൻ നമ്മൾ എപ്പോൾ റെഡിയാകുന്നോ അപ്പോഴാണ്. ഇപ്പൊ ഇപ്പോഴത്തെ മോഡേൺ പറയുമായിരുന്നു, ഒരു പുതിയ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വന്നാൽ അതിന് സ്ഥലമില്ല, അത് കമ്പാറ്റബിൾ അല്ല എന്ന് പറഞ്ഞ് നമ്മളത് കുറക്കെ ഡിലീറ്റ് ചെയ്ത് സ്ഥലം ഉണ്ടാക്കിയാലേ വേറെ ഒന്നിന് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടു.
എന്താ ഇന്നത്തെ വളരെ മോഡേൺ ആയിട്ട് തന്നെ എല്ലാരും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊക്കെ നല്ല സന്തോഷം. നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് അതെല്ലാം കഴിഞ്ഞാലേ തമ്പുരാൻ വരുവുള്ളൂന്നൊന്നും ഓർക്കണ്ട. നമ്മൾ തയ്യാറാകുമ്പോൾ കർത്താവ് അതെല്ലാം ചെയ്തോളും. നമ്മളൊന്ന് റെഡി എന്ന് പറഞ്ഞാൽ മതി. പണ്ട് ഈശോ മർത്തായോട് പറഞ്ഞ പോലെ, നീ വിശ്വസിക്കേ, ദൈവത്തിന്റെ മഹത്വം കാണും. നമ്മളൊന്ന് വിശ്വസിച്ച് ലെറ്റ് ഗോ ആൻഡ് ലെറ്റ് ഗോഡ് അല്ലേ, അങ്ങോട്ട് വിട്ടാൽ, ഒരു സമർപ്പണം ചെയ്താല്, ഒന്ന് ദാഹത്തോടെ ചോദിച്ചാല് കിട്ടുമെന്ന് ഉറച്ചൊന്ന് വിശ്വസിച്ചാല്, നമ്മള് എല്ലാരോടും ഒന്ന് അനുരഞ്ജനപ്പെട്ടാല് പരിശുദ്ധാത്മാവ് ചുമ്മാ വന്നങ്ങ് നിറയും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. ഇപ്പോൾ മുതല് ഇന്നത്തെ ഈ അഭിഷേകത്തിൽ അച്ഛന്റെ പ്രാർത്ഥനയിൽ നല്ലോണം ഇപ്പൊ തന്നെ നമുക്ക് ആ ഒരു നിറവ് കിട്ടാൻ വേണ്ടി ആഗ്രഹത്തോടെ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഴ്ച മുഴുവനും അതാഴപ്പെട്ട്, ഈ ആഴ്ച മാത്രമൊന്നുമല്ല കേട്ടോ, ജീവിതകാലം മുഴുവനും ഈ ആത്മനിറവില് BHS ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, റിലീസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ജോജ പറയുന്നത് കേട്ടില്ലേ, അന്ന് അതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് എത്ര പേരോടെ ചെന്ന് ഈ സുവിശേഷം മുഴുവൻ പറയാനുള്ള കൃപ കിട്ടിയതെന്ന് നമുക്കുമൊക്കെ ലോകത്തിന്റെ അതിർത്തികൾ വരെയും സുവിശേഷം ആയി, സുവിശേഷമേകാൻ കണ്ടുമുട്ടുന്നവരോടൊക്കെ ഈ സുവിശേഷം പങ്കുവെക്കാൻ, അവർക്കെല്ലാം ഈ ആത്മനിറവുണ്ടാകാൻ തമ്പുരാൻ നമ്മളെയൊക്കെ ഉപയോഗിക്കട്ടെ. അതിന് നമുക്ക് റെഡിയായിട്ട് മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ച് പരിശുദ്ധാത്മനിറവിൽ നയിക്കട്ടെ. അഗസ്ത്യനച്ഛന്റെ ആശീർവാദത്തില് പ്രാർത്ഥനയില് ഈ ഒരു വലിയ പുത്തൻ നിറവ് നമുക്കിപ്പൊ തന്നെ വിശ്വസിച്ച് ഉറപ്പോടെ സ്വീകരിക്കുകയും ചെയ്യാം. ആമേൻ.